ശരി, നമുക്ക് ഇന്നത്തെ കാഴ്ച അല്ലെങ്കിൽ ഇന്നത്തെ ഭക്ഷണ കാഴ്ച നമ്മളിലേക്ക് എത്തിക്കുന്നത് ശാലിനിയാണ്. സർബത്തിൻ രുചിയിൽ മധുരം വിളമ്പുന്ന തിരുവനന്തപുരം പാളയത്തേക്ക് പോകാം. ഇനി 10ലധികം വെറൈറ്റി സർബത്തിനൊപ്പം നല്ല അവിൽ മിൽക്കും കഴിക്കാം. ശാലിനിയാണ് അല്ലേ? അതെ, 10ലധികം സർബത്തുകൾ ഒപ്പം അവിൽ മിൽക്ക് എന്ന് വേണ്ട വിവിധ തരം സർബത്തുകളുമൊക്കെയായി തലസ്ഥാനത്ത് മാത്രമല്ല റീലുകളിലടക്കം ഫേമസ് ആയ ഒരു കടയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ സമയത്തെ യാത്ര. ഒപ്പം ആരോഗ്യപരമായിട്ടുള്ള എല്ലാ രീതിയിലും ശുചീകരിച്ച രീതിയിൽ ഒരു സർബത്ത് നമുക്ക് കുടിക്കുകയും ചെയ്യാം. ആ കാഴ്ചകളിലേക്ക് പോയി വരാം. തിരുവനന്തപുരത്ത് എത്തുന്നവർക്ക് സർബത്തുകളുടെ ഒരു കലവറ സമ്മാനിക്കുകയാണ് പാളയത്തെ അനാമിക സർബത്ത് സ്റ്റോൾ. നിങ്ങൾക്ക് എന്ത് സർബത്ത് വേണം അത് അനാമിക സർബത്ത് സ്റ്റോളിലെ രവിചേട്ടനോട് പറഞ്ഞാൽ മതി. മുന്തിരി മിൽക്ക്, പൈനാപ്പിൾ മിൽക്ക്, അവിൽ മിൽക്ക്, മാതളം മിൽക്ക്, ഓറഞ്ച് മിൽക്ക്, മാംഗോ മിൽക്ക് എന്ന് വേണ്ട ഈന്തപ്പഴം നറുനീന്തി സർബത്ത് വരെ മിക്സഡ് ഫ്രൂട്ട് സർബത്തിനാണ് ഇവിടെ പ്രിയം. 10 ഐറ്റം സർബത്തുണ്ട്. ഈത്തപ്പഴം മിൽക്ക്, മാമ്പഴം മിൽക്ക്, മുന്തിരി മിൽക്ക്, അവൽ മിൽക്ക്, ബട്ടർ ഫ്രൂട്ട്, തേൻ മിൽക്ക്, ഇങ്ങനെ മാതളം മിൽക്ക്, ഇങ്ങനെ 10 ഐറ്റം ഉണ്ട്. വിവിധ മാധ്യമങ്ങളിലെ ജോലിക്ക് ശേഷമാണ് രവിചേട്ടൻ ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. ഇപ്പോൾ 10 വർഷത്തിലധികമായി തലസ്ഥാനത്തുകാരുടെ മാത്രമല്ല എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇടമായി ഈ സ്പോട്ട് മാറി. നമ്മൾ സ്ഥിരം വരുന്നതാണ്. ഇവിടെ ഒറിജിനൽ ജ്യൂസാണ് വരുന്നത്. ഒരുമിച്ച് വരാറുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. എന്നും വരാറുള്ളതാണ്. ഫ്രണ്ട്സായിട്ടൊക്കെ ഈ സമയത്ത് വരാറുണ്ട്. പാൽ സർബത്ത്, നറുനീണ്ടി സർബത്ത് അനാമിക സർബത്ത് സ്റ്റോളിലെ മാത്രം ഐറ്റമാണ്. സഹായിയായി സഹോദരൻ അമ്പിയും ഒപ്പമുണ്ട്. ഞാൻ രാവിലെ ആണ് തുറക്കണത് 8:30. ചേട്ടൻ വരുമ്പം 10 മണി. അപ്പോഴും എല്ലാം ബാക്കി എല്ലാ ഐറ്റവും ഉണ്ട്. ഞാൻ രാവിലെ തുറക്കുമ്പോൾ ഓറഞ്ച് സർബത്തിനാണ്. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വരും. മുന്തിരി മിൽക്ക് കൊടുത്തില്ല, ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കും. കൊടുത്തില്ല. കോളേജ് സ്റ്റുഡൻസും പതിവുകാരും സ്ഥിരമായി എത്തും. തുച്ഛമായ വിലയിൽ രുചിയേറും സർബത്ത് കുടിക്കാൻ. നമ്മൾ സ്ഥിരം വന്ന് കുടിക്കും. ഇതിലെ കൂടെ എപ്പോഴെങ്കിലും പോകണ സമയത്ത് വരും. എല്ലാം കൊള്ളാം. എല്ലാ പ്രാവശ്യവും പുതിയ വെറൈറ്റി ഒക്കെ. എനിക്കൊപ്പം ഉണ്ടായിരുന്ന ക്യാമറാമാൻ അനു ചാനാവൂരും സാരഥി അജിത് കാട്ടാലും ഒരു നല്ല മിക്സഡ് സർബത്തൊക്കെ കുടിച്ചിട്ടുണ്ട്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇങ്ങോട്ടേക്ക് എത്താം. നല്ല കിടുക്കാച്ചി സർബത്തും കുടിക്കാം. അവിൽ മിൽക്കും ഒക്കെ കഴിച്ച് സന്തോഷമായി പാളയത്ത് നിന്ന് മടങ്ങുകയും ചെയ്യാം. കൂടുതൽ ഫുഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.